ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ മോർട്ടാർ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഈ ഒരു ജൂലൈയിൽ 23-ാം തീയതി നമ്മുടെ ഗ്രേഡ് 2 എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ 30-ാം തീയതി ഒരു എക്സാം ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ എക്സാം ഉണ്ട്. നമുക്ക് ഈ സെപ്റ്റംബറിൽ നടക്കുന്ന എക്സാമിൻ്റെയൊക്കെ സിലബസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. ദെൻ അതോടൊപ്പം കൺഫർമേഷൻ കൊടുക്കാനും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. മോർട്ടാർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മോർട്ടാർ എന്ന് പറഞ്ഞാൽ എന്താണെടാ? മോർട്ടാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമൻറ്റും, അതായത് ബൈൻഡിങ് മെറ്റീരിയലും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സറാണ് എന്തോന്ന് പറയുന്നത്? മോർട്ടാർ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഈ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാടാ? ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമുക്ക് ലൈമും എടുക്കാം, അതുപോലെ തന്നെ സിമൻറ്റും എടുക്കാം, അല്ലേ? ബൈൻഡിങ് മെറ്റീരിയലായിട്ട് നമുക്ക് ലൈമും എടുക്കാം, സിമൻറ്റും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബൈൻഡിങ് മെറ്റീരിയലായിട്ട്. ഓക്കെ, ഇനി ഫൈൻ അഗ്രിഗേറ്റ് ആണെങ്കിൽ സാൻഡ് നമ്മൾ എടുക്കാറുണ്ട്. ദെൻ വാട്ടർ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു മോർട്ടാറായി. ഇനി നമ്മളിതിൽ ബൈൻഡിങ് മെറ്റീരിയലിനെ നമ്മൾ മെട്രിക്സ് എന്നൊരു വേർഡ് കൂടെ ഉണ്ട്. ബൈൻഡിങ് മെറ്റീരിയലിനെ നമ്മൾ മെട്രിക്സ് എന്നൂടെ പറയും. ഓക്കെ, മെട്രിക്സ് എന്ന് പറയുന്നത് ബൈൻഡിങ് മെറ്റീരിയലിനെയാണ്. ഓക്കെ, ബൈൻഡിങ് മെറ്റീരിയലിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ്. അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റിനെ അഡൾട്ടറൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ അഗ്രിഗേറ്റിനെ എന്തോന്നാണ് പറയുന്നത്? അഡൾട്ടറൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ അഗ്രിഗേറ്റിനെ അഡൾട്ടറൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് വേർഡ് കൂടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ മോർട്ടാർ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് മെറ്റീരിയലും ഫൈൻ അഗ്രിഗേറ്റും വാട്ടറും ചേർന്നതാണ്. ഇതിൽ നമ്മൾ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് ലൈമും എടുക്കാറുണ്ട്, സിമൻറ്റും എടുക്കാറുണ്ട്. ബൈൻഡിങ് മെറ്റീരിയലിനെ എന്തോ പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നു. ദെൻ അതുപോലെ ഫൈൻ അഗ്രിഗേറ്റിനെ അഡൾട്ടറൻ്റ് എന്നും പറയുന്നു. ഇനി നമ്മൾ ഈ ബൈൻഡിങ് മെറ്റീരിയൽ എന്തിനാണ് നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നത്? നമ്മുടെ ഡ്യൂറബിലിറ്റിക്കും സ്ട്രെങ്തിനും ആ മോർട്ടാറിൻ്റെ ക്വാളിറ്റിക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ബൈൻഡിങ് മെറ്റീരിയൽ നമ്മൾ മോർട്ടാറിൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ അഗ്രിഗേറ്റ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? അഗ്രിഗേറ്റ് നമ്മൾ ആ ഒരു സ്ട്രെങ്തിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ്. ആ സ്ട്രെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർട്ടാറിൽ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബൈൻഡിങ് മെറ്റീരിയൽ എന്തിനാണ്? ബൈൻഡിങ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും ആ ഒരു മോർട്ടാറിന് നല്ലൊരു ക്വാളിറ്റിയും ഒക്കെ കിട്ടുന്നത്. നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫൈൻ അഗ്രിഗേറ്റ് സ്ട്രെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് പറഞ്ഞു. ഏതാണ് ഫൈൻ അഗ്രിഗേറ്റ്? സാൻഡാണ്. ഫൈൻ അഗ്രിഗേറ്റിൻ്റെ മറ്റൊരു പേരാണ് അഡൾട്ടറൻ്റ്. ഇനി നമുക്ക് സാൻഡിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. സാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സാൻഡ് എന്ന് പറയുമ്പോൾ സിലിക്കയുടെ സ്മാൾ ഗ്രെയിൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിലിക്കയുടെ സ്മാൾ ഗ്രെയിൻസിനെയാണ് നമ്മൾ സാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സാൻഡ് സ്റ്റോൺ ഡീകമ്പോസിഷനൊക്കെ സംഭവിച്ചിട്ടാണ് സാൻഡ് ഫോം ചെയ്യുന്നത്, അല്ലേ? ഈ സാൻഡ് സ്റ്റോണ് ഏത് സ്റ്റോണിൻ്റെ എക്സാമ്പിളാണെടാ? അത് ഓർത്ത് നോക്കിയ. സാൻഡ് സ്റ്റോണ് സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണല്ലേ? സാൻഡ് സ്റ്റോണ് സെഡിമെൻ്ററി റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഈ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് വരുന്നത്? സെഡിമെൻ്ററി റോക്ക്, ഇഗ്നേസ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, അതൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പം അതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്രെയിൻസ് ഓഫ് സിലിക്ക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡീകമ്പോസിഷൻ ഓഫ് സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നാച്ചുറലി കിട്ടുന്ന സാൻഡും ഉണ്ട്, നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കുന്ന സാൻഡും ഉണ്ടല്ലേ? അതിൽ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടതാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് സാൻഡ്. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാൻഡ് ഏതൊക്കെയെന്നാണ് നോക്കുന്നത്.
അതിൽ ആദ്യത്തേതാണടാ പിച്ച് സാൻഡ്. ഓക്കെ, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാൻഡുകളിൽ ഒന്നാണ് പിച്ച് സാൻഡ്. ഈ പിച്ച് സാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. പിച്ച് സാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 1 to 2 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ പിച്ച് സാൻഡ് എടുക്കുന്നത് ഫ്രം ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ 1 to 2 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ഈ പിച്ച് സാൻഡ് എടുക്കുന്നത്. ഓക്കെ, ഇനി പിച്ച് സാൻഡിൻ്റെ കളർ എന്തായിരിക്കും? പിച്ച് സാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ചെമ്മണ്ണിൻ്റെ കളറായിരിക്കും അല്ലേ, അതായത് ഒരു ഓറഞ്ച് റെഡ് കളറായിരിക്കും. ഓക്കെ, ഏത് കളറാണ്? ഓറഞ്ച് റെഡ് കളറായിരിക്കും നമ്മുടെ പിച്ച് സാൻഡിന് ഉണ്ടാവുക. ഓറഞ്ച് റെഡ് കളറായിരിക്കും നമ്മുടെ പിച്ച് സാൻഡിന് ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ആംഗുലാർ ഷേപ്പ് ആയിരിക്കും അല്ലേ, ആംഗുലാർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഷാർപ്പായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? റഫായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണടാ. അപ്പോൾ പിച്ച് സാൻഡ് നാച്ചുറൽ സോഴ്സ് ഓഫ് സാൻഡ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് പിച്ച് സാൻഡ്. പിച്ച് സാൻഡ് എങ്ങനെയാണ്? 1 to 2 മീറ്റർ ഫ്രം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മുതൽ 2 മീറ്റർ ഡെപ്തിൽ നമ്മൾ കുഴിച്ചെടുക്കുന്നതിനെയാണ് പിച്ച് സാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കളർ എന്താണ്? കളർ ഓറഞ്ച് റെഡ് കളറാണ്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടെക്സ്ചർ എങ്ങനെയാണ്? അതിൻ്റെ ഷാർപ്പായിരിക്കും, ആംഗുലാർ ആയിരിക്കും, റഫായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതടാ? ഓക്കെ, ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ പിച്ച് സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിനും മേസണറി മോട്ടാറിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ആൻഡ് മേസണറി മോട്ടാറിനാണ്. ഓക്കെ, കോൺക്രീറ്റിനും മേസണറി മോട്ടാറിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിച്ച് സാൻഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സലൻറ്റ് മെറ്റീരിയൽ ആസ് കോൺക്രീറ്റ് ആൻഡ് മേസണറി മോട്ടാറാണ്. ഓക്കെ, എക്സലൻറ്റ് മെറ്റീരിയൽ ഫോർ കോൺക്രീറ്റ് ആൻഡ് മേസണറി മോട്ടാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? പിച്ച് സാൻഡാണ്. അതിന് കാരണം എന്താണ്? പിച്ച് സാൻഡ് അതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആംഗുലാർ ആയിരിക്കും. ഓക്കെ, ആംഗുലാർ, ഷാർപ്പ്, റഫ് ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത്, അതായത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ പാർട്ടിക്കിൾസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് അത് ഈ നമ്മുടെ കോൺക്രീറ്റിനായാലും മേസണറി മോർട്ടാറിനായാലും അത് എക്സലൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലൻറ്റ് മെറ്റീരിയൽ ഇൻ കോൺക്രീറ്റ് ആൻഡ് മേസണറി മോർട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സാൻഡാണ്? പിച്ച് സാൻഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പിച്ച് സാൻഡിൽ ഏതൊക്കെ പോയിന്റ് പഠിച്ചു? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 to 2 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ പിച്ച് സാൻഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ അത് ഏത് കളറിലായിരിക്കും? ഓറഞ്ച് റെഡ് കളറിലായിരിക്കും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ആംഗുലാർ ഷേപ്പ് ആയിരിക്കും. അതുപോലെ റഫായിരിക്കും. അതുപോലെ ഷാർപ്പായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? എക്സലൻറ്റ് മെറ്റീരിയൽ ആസ് കോൺക്രീറ്റ് ആൻഡ് മേസണറി മോട്ടാർ. കോൺക്രീറ്റിനും മേസണറി മോട്ടാറും, അതായത് ഫിനിഷിംഗ് വർക്ക് പോയിട്ടുള്ള വർക്ക്. ഓക്കെ, ഫിനിഷിംഗ് വർക്കിന് നമ്മളത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അല്ലാതെ കോൺക്രീറ്റിനും മേസണറി മോട്ടാറിന് നമ്മൾ ഈ പിച്ച് സാൻഡ് എക്സലൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്തതാണടാ റിവർ സാൻഡ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കേണ്ടതാണ് റിവർ സാൻഡ് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. റിവർ സാൻഡ് എങ്ങനെയാണ്? റിവർ സാൻഡ് നമുക്ക് റിവർ ബെഡിൽ നിന്നും അതിന് ബാങ്ക്സിൽ നിന്നും ആയിരിക്കും കിട്ടണത്. ഓക്കെ, റിവർ സാൻഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? റിവറിൻ്റെ ബെഡ്സിൽ നിന്നും അതിൻ്റെ ബാങ്ക്സിൽ നിന്നും ആയിരിക്കും നമുക്ക് റിവർ സാൻഡ് കിട്ടുന്നത്. ഈ റിവർ സാൻഡ് ഈ റിവറിൽ വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രെയിൻസൊക്കെ എങ്ങനെയായിരിക്കും? റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, റിവർ സാൻഡിൻ്റെ ഗ്രെയിൻസൊക്കെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റിവർ സാൻഡാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ റിവർ സാൻഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്ലാസ്റ്ററിങ് പോലുള്ള ഫിനിഷിംഗ് വർക്കിനാണ് നമ്മൾ റിവർ സാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് സാൻഡ് ഏതെന്ന് ചോദിച്ചാൽ റിവർ സാൻഡാണ്. ഓക്കെ, വൈഡ്ലി യൂസ്ഡ് സാൻഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണടാ? റിവർ സാൻഡാണ്. ഓക്കെ, അപ്പോൾ റിവർ സാൻഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിൻ്റെ ബെഡ്സിൽ നിന്നും ബാങ്ക്സിൽ നിന്നുമാണ് നമുക്ക് റിവർ സാൻഡ് കിട്ടുന്നത്. അതിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും? റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഇനി ഈ റിവർ സാൻഡ് ഏത് കളറായിരിക്കും? റിവർ സാൻഡ് വൈറ്റ് കളറായിരിക്കും. ഓക്കെ, റിവർ സാൻഡ് ഏത് കളറായിരിക്കും? വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫിനിഷിംഗ് വർക്ക് പ്ലാസ്റ്ററിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ റിവർ സാൻഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഈ വൈഡ്ലി യൂസ് ചെയ്യുന്നതും ഏത് സാൻഡാണ്? റിവർ സാൻഡാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സീ സാൻഡ്. ഓക്കെ,
സീ സാൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സീ സാൻഡ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഷോർസിലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, സീ സാൻഡ് എവിടെയാണ് നമുക്ക് കാണപ്പെടുന്നത്? സീ ഷോർസിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ഈ സീ സാൻഡ് ൻ്റെ കളർ എങ്ങനെയായിരിക്കും? ഇവിടെ സീ സാൻഡിൻ്റെ കളർ വരുന്നത് ബ്രൗൺ കളറായിരിക്കും. ഓക്കെ, സീ സാൻഡിൻ്റെ കളർ എങ്ങനെയാണ്? ബ്രൗൺ കളറാണ്. അതുപോലെ ഇതും സീ സാൻഡ് ആയാലും വാട്ടറിൻ്റെ ആ ഫ്ലോ കാരണം അതിൻ്റെ ഗ്രെയിൻസൊക്കെ എങ്ങനെയായിരിക്കും? റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിരിക്കും. ഓക്കെ, റൗണ്ട് ആൻഡ് ഫൈൻ ആയിരിക്കും അതിൻ്റെ ഗ്രെയിൻസ്. ദെൻ ഇത് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്? സാൾട്ടിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ അവിടെ എഫ്ലോറസൻസ് വരാം. അതുകൊണ്ട് നമ്മൾ ഈ സീ സാൻഡ് നമ്മൾ എൻജിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നോട്ട് യൂസ്ഡ് ഫോർ എൻജിനീയറിംഗ് പർപ്പസ്. ഓക്കെ, നോട്ട് യൂസ്ഡ് ഫോർ എൻജിനീയറിംഗ് പർപ്പസ് ഏതാണ്? ഇവിടെ സീ സാൻഡ് ആണ്. പിന്നെ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ബേസ്മെൻറ്റ് ഫില്ലിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ സീ സാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബേസ്മെൻറ്റ് ഫില്ലിങ്ങിനാണ് നമ്മൾ ഏത് സാൻഡ് യൂസ് ചെയ്യുന്നത്? സീ സാൻഡ് യൂസ് ചെയ്യുന്നത്. ബേസ്മെൻറ്റ് ഫില്ലിങ്ങിനാണ് നമ്മൾ സീ സാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. പിറ്റ് സാൻഡ് എന്ന് പറയുന്നത് നാച്ചുറൽ സോഴ്സ് ഓഫ് സാൻഡ് ഏതൊക്കെയാണ്? പിറ്റ് സാൻഡ് ഉണ്ട്, റിവർ സാൻഡ് ഉണ്ട്, സീ സാൻഡ് ഉണ്ട്. അതിൽ പിറ്റ് സാൻഡ് എങ്ങനെയാണ്? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 to 2 മീറ്റർ ഡെപ്തിൽ കിട്ടുന്നതാണ് പിറ്റ് സാൻഡ്. അതിൻ്റെ ഗ്രെയിൻസൊക്കെ എങ്ങനെയായിരിക്കും? ആംഗുലർ ഷേപ്പായിരിക്കും. അതുപോലെ ഷാർപ്പായിരിക്കും, റഫായിരിക്കും. അതിൻ്റെ കളർ എങ്ങനെയാണ്? ഓറഞ്ച് റെഡിൻ കളറാണ്. നമ്മളിത് കോൺക്രീറ്റിനും അതുപോലെ തന്നെ മേസണറി മോട്ടറിനും എക്സലൻറ്റ് മെറ്റീരിയൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണോ? പിറ്റ് സാൻഡാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് റിവർ സാൻഡ്. റിവർ സാൻഡ് എങ്ങനെയാണ്? റിവർ സാൻഡ് നമുക്കറിയാം അതിൻ്റെ ബെഡ്സിൽ നിന്നും ബാങ്ക്സിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് ഏത് കളറായിരിക്കും? റിവർ സാൻഡ് വൈറ്റ് കളറായിരിക്കും. റിവർ സാൻഡ് വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റൗണ്ട് ഫൈൻ ഇൻ ഷേപ്പായിരിക്കും. നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏത് സാൻഡാണ്? റിവർ സാൻഡാണ്. ദെൻ നമ്മൾ പ്ലാസ്റ്ററിങ് പർപ്പസിനാണ് നമ്മൾ ഈ റിവർ സാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഏതാണ്? സീ സാൻഡാണ്. സീ ഷോർലെസ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ബ്രൗൺ കളറായിരിക്കും, റൗണ്ട് ഫൈൻ ഷേപ്പായിരിക്കും. ദെൻ അതുപോലെ നമ്മളിത് എൻജിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മളിത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബേസ്മെൻറ്റ് ഫില്ലിങ്ങിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സാൻഡ് ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ്. ഗ്രെയിൻ സൈസിൽ നമ്മൾ സാൻഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ്, ഗ്രാവലി സാൻഡ്. ഏതൊക്കെയാണ്? ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ്, ഗ്രാവലി സാൻഡ്. ഇതിൽ പഠിക്കേണ്ടത് നമ്മൾ ഈ ഫൈൻ സാൻഡ് ഏത് സീവിൽ കൂടെ കടന്നു പോകുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ആ ഗ്രെയിൻ സൈസിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ സാൻഡ് എന്ന് പറഞ്ഞാൽ 1.5875 mm സീവിൽ കൂടെ കടന്നു പോകണം. സാൻഡ് പാസിങ് ത്രൂ ദ ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 1.5875 mm ആണ്. ഓക്കെ, mm ആണ്. ഓക്കെ, അതായത് 1.5875 mm സീവിൽ കൂടെ കടന്നു പോകുന്ന സാൻഡിനെയാണ് നമ്മൾ ഫൈൻ സാൻഡ് എന്ന് പറയുന്നത്. 3.175 mm സീവിലൂടെ കടന്നു പോകുന്ന സാൻഡിനെയാണ് കോഴ്സ് സാൻഡ് എന്ന് പറയുന്നത്. 7.62 mm സീവ് സൈസിലൂടെ കടന്നു പോകുന്നതിനെയാണ് ഗ്രാവലി സാൻഡ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാറിപ്പോവല്ലേ. കാരണം നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് റീറ്റെയിൻ ചെയ്യുന്നത്, അതായത് സീവിൽ റീറ്റെയിൻ ചെയ്യുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഗ്രെയിൻ സൈസിൻ്റെ ബേസിൽ സാൻഡിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് സീവിലൂടെ പാസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഫൈൻ സാൻഡ് ആണെങ്കിൽ 1.5875 mm സീവിൽ കൂടെ കടന്നു പോകണം. പാസിങ് ത്രൂ 1.5875 mm സീവാണ്. അതുപോലെ കോഴ്സ് സാൻഡും ഏതാണ്? പാസിങ് ത്രൂ 3.175 mm സീവാണ്. ഗ്രാവലി സാൻഡ് ആണെങ്കിലോ 7.62 mm സൈസ് സീവാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്കറിയാം ഫൈൻ സാൻഡ് നമ്മൾ കോമൺ ആയിട്ട് എന്തിനുമായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫൈൻ സാൻഡ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിനൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ സാൻഡ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കോഴ്സ് സാൻഡ് നമ്മൾ മേസണറി വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മേസണറി വർക്കിനാണ് നമ്മൾ കോഴ്സ് സാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്രാവലി സാൻഡ് നമ്മൾ കോൺക്രീറ്റ് വർക്കിനാണ് കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ ഗ്രാവലി സാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ ഗ്രാവലി സാൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഫൈൻനെസ് മോഡുലസിൻ്റെ ബേസിൽ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഫൈൻ സാൻഡ്, മീഡിയം സാൻഡ്, കോഴ്സ് സാൻഡ് എന്നാണ് വരുന്നത്. ഓക്കെ, ഫൈൻനെസ് മോഡുലസിൻ്റെ ബേസിലാണ് അത്. ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ്, മീഡിയം സാൻഡ് ആണ്. മറ്റത് മുകളിൽ നമ്മൾ പറഞ്ഞത് ഗ്രെയിൻ സൈസിൻ്റെ ബേസിൽ സാൻഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ്.
ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏതാണ്? ഫൈനസ് മോഡുലസിൻ്റെ ബേസിലാണ്. ഫൈനസ് മോഡുലസിൻ്റെ ബേസിൽ ഫൈൻ സാൻഡ് എന്നും മീഡിയം സാൻഡ് എന്നും കോഴ്സ് സാൻഡ് എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ ഫൈൻ സാൻഡിൻ്റെ ഫൈനസ് മോഡുലസ് വരുന്നത് 2.22 2.6 ആണ്. 2.22 2.6 ആണ് ഫൈൻ സാൻഡിൻ്റെ മോഡുലസ്, ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി 2.62 2.9 ആണ് മീഡിയം സാൻഡിൻ്റെ ഫൈനസ് മോഡുലസ്. അതേപോലെ 2.9 to 3.2 ആണ് കോഴ്സ് സാൻഡിൻ്റെ ഫൈനസ് മോഡുലസ് വരുന്നത്. ഓക്കെ, അപ്പം അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ അടുത്ത് നോക്കേണ്ടതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് സാൻഡ്. ഒരു ഗുഡ് സാൻഡിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് സാൻഡ് ഏതൊക്കെയാണ്? സാൻഡ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. ഓക്കെ, കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഫ്രീ ഫ്രം സാൾട്ട്, ഓർഗാനിക് മാറ്റർ ആൻഡ് ക്ലേ. സാൾട്ടിൽ നിന്നും സാൾട്ടിൻ്റെ കണ്ടൻറ്റ് വരാൻ പാടില്ല. അതുപോലെ ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് വരാൻ പാടില്ല. ക്ലേയുടെ കണ്ടൻറ്റും നമ്മുടെ ഗുഡ് സാൻഡിൽ വരാൻ പാടില്ല. അതാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം സാൾട്ട്, ഓർഗാനിക് മാറ്റർ ആൻഡ് ക്ലേ. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആയിരിക്കണം. അത് ക്ലീൻ ആയിരിക്കണം. ദെൻ കോഴ്സ് ആയിരിക്കണം, ഷാർപ്പ് ആയിരിക്കണം, ആംഗുലാർ ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണോ? ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആയിരിക്കണം, കോഴ്സ് ആയിരിക്കണം, ഷാർപ്പ് ആയിരിക്കണം, ആംഗുലാർ ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. അതുപോലെ വെൽ ഗ്രേഡഡ് ആയിരിക്കണം. ഒരു ഗുഡ് സാൻഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് കെമിക്കലി ഇനേർട്ട് ആയിരിക്കണം, ഫ്രീ ഫ്രം സാൾട്ട്, അതേപോലെ ഓർഗാനിക് മാറ്റർ, ക്ലേ, അതൊക്കെ ആയിരിക്കണം. ദെൻ ഷുഡ് ബി ക്ലീൻ ആൻഡ് കോഴ്സ് ആൻഡ് ഷാർപ്പ്, ആംഗുലാർ ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കണം. അതുപോലെ വെൽ ഗ്രേഡഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് അൾട്ടർനേറ്റീവ് ഓഫ് സാൻഡ്, അതായത് ആർട്ടിഫിഷ്യലി സാൻഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ നാച്ചുറൽ സാൻഡ് പറഞ്ഞു. അതുപോലെ ആർട്ടിഫിഷ്യൽ സാൻഡ്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാൻഡാണ് അൾട്ടർനേറ്റീവ് ഓഫ് സാൻഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ്ട എം സാൻഡ്. ഓക്കെ, എം സാൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എം സാൻഡ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഹാർഡ് സ്റ്റോൺസിനെയൊക്കെ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എം സാൻഡ് എടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഹാർഡ് സ്റ്റോണിനെയൊക്കെ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ എം സാൻഡ് നിർമ്മിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിൻ്റെ പേരാണ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇമ്പാക്റ്റ്, VSI എന്നൊക്കെ പറയാം. ഓക്കെ, VSI എന്ന് പറയാം, വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇമ്പാക്റ്റ് എന്നാണ്. നമ്മൾ ഹാർഡ് സ്റ്റോൺസിനെ ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ്റെ പേരാണ് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇമ്പാക്റ്റർ. ദെൻ അടുത്തതാണ് വോൾക്കാനിക് ഗ്ലാസ്. വോൾക്കാനിക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ദ മാഗ്മ റാപ്പിഡ്ലി. മാഗ്മേനെയൊക്കെ കൂൾ ചെയ്തിട്ട് കിട്ടുന്നതിനെയാണ് വോൾക്കാനിക് ഗ്ലാസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് പിമിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ പിമിസും സിമൻറ്റും വാട്ടറും ചേർന്നതിനാണ് പിമിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പിമിസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് വെയ്റ്റ് റോക്കിനെയാണ് നമ്മൾ പിമിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് വെയ്റ്റ് റോക്കിനെയാണ് പിമിസ് എന്ന് പറയുന്നത്. ദെൻ ജിപ്സം അറിയാം, ജിപ്സം ഉണ്ട്, പിന്നെ സിൻഡർ ഉണ്ട്, സുർക്കിയുണ്ട്. സുർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബ്രിക്കിൻ്റെ ക്രഷിങ് ചെയ്ത അതിനെയാണ് സുർക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് ഓഫ് സാൻഡ് ഏതൊക്കെയാണ്? എം സാൻഡ് ഉണ്ട്, വോൾക്കാനിക് ഗ്ലാസ് ഉണ്ട്, ദെൻ പിമിസ്ക്രീറ്റ് ഉണ്ട്, ജിപ്സം ഉണ്ട്, സിൻഡർ ഉണ്ട്, സുർക്കിയുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് ബൾക്കിംഗ് എന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു ഇൻക്രീസിങ് സർഫേസ് മോയ്സ്ചർ. അതായത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്കും ആ സാൻഡിൻ്റെ വോളിയത്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് ബൾക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് സാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാട്ടർ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു സാൻഡ് പാർട്ടിക്കിൾസിന് ചുറ്റും ഈ ഒരു വാട്ടർ ഒരു ഫിലിം പോലെ ആക്ട് ചെയ്യും. വാട്ടർ ഫിലിം പോലെ ആ ഒരു സാൻഡ് പാർട്ടിക്കിൾസിന് ചുറ്റും വരും. അങ്ങനെ അവിടെ ഇങ്ങനെ ഈ വാട്ടർ ഫിലിംസിനെ പുള്ള് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ആ ഒരു സർഫേസ് ടെൻഷൻ മൂലം പുള്ള് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു സാൻഡിൻ്റെ വോളിയം കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ബൾക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ആവുന്നതാണ്. എന്ത് കാരണം കൊണ്ട്? സർഫേസ് മോയ്സ്ചർ കൊണ്ടോ അല്ലെങ്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൊണ്ടോ സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ആകുന്ന പ്രോസസ്സിനെയാണ് ബൾക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ
ഒരു ബീക്കറിൽ അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ സാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണമുണ്ട്. അത് ഞാൻ താഴോട്ട് പറയാം. പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ആവത്തുള്ളൂ. അതെങ്ങനെയാണടാ? ആ ഒരു സാൻഡ് പാർട്ടിക്കിളിന് ചുറ്റും ഈ ഒരു വാട്ടർ ഫിലിം പോലെ ആയിട്ടുണ്ടാവും. ദെൻ അവിടെ ഉണ്ടാകുന്ന സർഫേസ് ടെൻഷൻ മൂലം ഈ വാട്ടർ ഫിലിംസിന് പുള്ള് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെയാണ് ഈ സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം, അതായത് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വാട്ടർ എന്ന് പറയാൻ കാരണം, ഒരു പരിധിയിൽ കൂടുതൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടുതൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ ഫിലിംസിനെ അത് ബ്രേക്ക് ചെയ്തിട്ട് ആ സാൻഡ് ഇനിഷ്യൽ വോളിയത്തിലോട്ട് തിരിച്ചു വരും. അതായത് സാൻഡിൻ്റെ പഴയ വോളിയം എത്രയായിരുന്നു അതിലോട്ട് തിരിച്ചു വരും. അതാണ് നമ്മൾ സാൻഡ് താഴെയും വെള്ളം സാൻഡും വാട്ടറും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ആവത്തുള്ളൂ. അത് കഴിഞ്ഞും നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സാൻഡ് അതിൻ്റെ ഇനിഷ്യൽ വോളിയത്തിലോട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാന്നുള്ളത്? വോളിയം ഓഫ് സാൻഡ് ഡിക്രീസസ് ഓൺ ആഡിങ് മോർ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സാൻഡിൻ്റെ വോളിയം കുറയും. ബൾക്കിങ് ചെയ്ത ആ ഒരു വോളിയം കുറയും. ഓക്കെ, അതാണ് ഇവിടെ പോയിൻ്റായിട്ട് പറയുന്നത്. വെൻ വാട്ടർ ഈസ് പ്രസൻറ്റ് ഇറ്റ് ഫോംസ് എ വാട്ടർ ഫിലിം എറൗണ്ട് ദ സാൻഡ് പാർട്ടിക്കിൾസ്. These water films have a tendency to pull apart due to surface tension and hence the volume of sand increases. On further addition of water, the water film breaks and the sand returns to its initial volume. That is, the volume of sand decreases on adding more water. ഓക്കെ, നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാൻഡ് അതിൻ്റെ ഇനിഷ്യൽ വോളിയത്തിലോട്ട് വരും. അത്രയാണ് അവിടെ പറയുന്നത്. പിന്നെ ഈ ഒരു ഫൈൻ ആകും തോറും, സാൻഡ് പാർട്ടിക്കിൾസ് ഫൈൻ ആകും തോറും അവിടെ നമ്മൾ മോർ ബൾക്കിംഗ് നടക്കും. അതായത് സാൻഡ് പാർട്ടിക്കിൾസ് ഫൈൻ ആകും തോറും ബൾക്കിംഗ് കൂടുതലായിരിക്കും. കോഴ്സ് പാർട്ടിക്കിൾസിന് ബൾക്കിംഗ് കുറവായിരിക്കും. കോഴ്സ് പാർട്ടിക്കിൾസിന് അവിടെ എന്തായിരിക്കും? അവിടെ പാർട്ടിക്കിൾ സൈസ് കൂടുതലായിരിക്കും. സോ അവിടെ ബൾക്കിംഗ് കുറവായിരിക്കും. ഫൈൻ പാർട്ടിക്കിൾസിന്, അതായത് ഫൈൻനെസ് കൂടുന്തോറും ബൾക്കിംഗ് കൂടുതലായിരിക്കും. ആ ഒരു കാര്യം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു 5 to 8% മോയ്സ്ചർ കണ്ടൻറ്റ് അവിടെ വരുമ്പോഴത്തേക്കും 20 to 40% വോളിയം ചേഞ്ച്, അവിടെ വോളിയം ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത്. 5 to 8% മോയ്സ്ചർ ദെയർ വിൽ ബി 20 to 40% ഇൻക്രീസ് ഇൻ വോളിയം. ഓക്കെ, ഈ ഒരു മാക്സിമം ബൾക്കിംഗ് എന്ന് പറയുന്നത് ഈ 5% മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളപ്പോഴാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഈ 5ഉം 8ഉം 2 ഓപ്ഷനായിട്ടുണ്ടെങ്കിൽ 5 ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു 4.6%-ലൊക്കെയാണ് മാക്സിമം ബൾക്കിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, 4.5% വാട്ടർ കണ്ടൻറ്റ് വരുമ്പോഴാണ് ബൾക്കിംഗ് മാക്സിമം ആവുന്നത്. ഓക്കെ, അതാണ് ആ ഒരു 5% എന്നൊരു വാല്യൂ പറയുന്നത്. അപ്പോൾ മോർ ബൾക്കിംഗ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം ബൾക്കിംഗ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു 5% ആയിരിക്കും. പിന്നെ ഒരു റേഞ്ചിലോട്ടാണ് പറയുന്നതെങ്കിൽ 5 to 8% മോയ്സ്ചർ ദെയർ വിൽ ബി 20 to 40% ഇൻക്രീസ് ഇൻ വോളിയം. ഓക്കെ, അത്രയാണ് അവിടുത്തെ കാര്യം. ദെൻ അടുത്ത് നമ്മൾ നോക്കേണ്ടതാണ് ഫങ്ഷൻസ് ഓഫ് സാൻഡ് ഇൻ മോർട്ടാർ. നമ്മുടെ മോർട്ടാറിലെ സാൻഡിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ആദ്യത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ ബൾക്കിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം, എന്ത് പ്രയോജനമാണുള്ളത്? നമുക്കവിടെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റില്ല. കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ കൺസിഡറിങ് ദ ബൾക്കിംഗ് ഓഫ് സാൻഡ്. അതായത് സാൻഡിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ മോർട്ടാർ അവിടെ ഒരു ബൾക്കിംഗ് സംഭവിച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫുള്ള് ക്വാണ്ടിറ്റി നമുക്കതിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബൾക്കിംഗ് എന്നൊരു കൊണ്ട് അതിലൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്ട്രെങ്ത് പറഞ്ഞു. നമുക്ക് ആ സ്ട്രെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്തിന് ഫൈൻ അഗ്രിഗേറ്റ് ഉള്ളത് കൊണ്ടാണ് സ്ട്രെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതുപോലെ തന്നെ സെറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിവിടെ ഫാറ്റ് ലൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ
സെറ്റിംഗ് ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ സാൻഡ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ എമൗണ്ട് ഓഫ് സാൻഡ് നമുക്ക് വേണ്ടി വരും. അത് എപ്പോഴാണ് ലൈമാണ് നമ്മളവിടെ ഫാറ്റ് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഫാറ്റ് ലൈമാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ എമൗണ്ട് സാൻഡ് നമുക്കവിടെ വേണ്ടി വരും. അതെന്തിനാണ്? സെറ്റിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സെറ്റിംഗ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് സാൻഡ് വേണം. ഓക്കെ, ഇനി ഈ ഫാറ്റ് ലൈമാണ് നമ്മളിവിടെ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എയറിൻ്റെ പ്രസൻസ് മൂലം ആ സാൻഡ് വോയിഡ്സിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റിംഗ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഫാറ്റ് ലൈമിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ്? നമ്മൾ ലൈമിൽ പറഞ്ഞതാണ്. ഫാറ്റ് ലൈമിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? എയറിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് CO2 അബ്സോർബ് ചെയ്തിട്ടാണ് അവിടെ സെറ്റിംഗ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഈ സെറ്റിംഗ് ഈ ഒരു ഫാറ്റ് ലൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സെറ്റിംഗ് ഫാസ്റ്റർ ആക്കാൻ വേണ്ടി നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് സാൻഡ് വേണ്ടി വരും. ഓക്കെ, എക്സ്ട്രാ എമൗണ്ട് സാൻഡ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടി വരും. ദെൻ അടുത്തതാണ് സർഫേസ് ഏരിയ. ഓക്കെ, സർഫേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാൻഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്പ്രെഡിങ് പവർ കൂടുതലായിരിക്കും. ലാർജ് സ്പ്രെഡിങ് ആയിരിക്കും നമുക്ക് അവിടെ മോട്ടാറിന് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതെന്തുകൊണ്ടാണ്? ഈ സാൻഡിൻ്റെ പ്രസൻസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദെൻ അതുപോലെ തന്നെ ശ്രിങ്കേജിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻറ്റ് ദ എക്സസീവ് ശ്രിങ്കേജ് ആൻഡ് ക്രാക്ക് ആഫ്റ്റർ ഡ്രൈയിങ്. ഓക്കെ, ഡ്രൈയിങ്ങിന് ശേഷമുള്ള ഈ ഒരു ശ്രിങ്കേജും ക്രാക്കും ഒക്കെ നമുക്ക് ഈ ഒരു സാൻഡിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സാൻഡിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അതാണ് അവിടെ ശ്രിങ്കേജ് എന്ന പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് സാൻഡ് ഇൻ മോർട്ടാറിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാർ. സാൻഡിൻ്റെ കാര്യം ഇത്രയാണ്. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് മോട്ടാറിൻ്റെ കാര്യമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. ഇനി ഒരുപാട് എക്സാം വരാനുണ്ട്. LSGD ഗ്രേഡ് 3 ഒക്കെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. സോ LSGD ഗ്രേഡ് 3 എക്സാം ഒക്കെ IT ലെവൽ ഉള്ള സ്റ്റുഡൻസിന് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റംബറിൽ നടക്കുന്ന വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 അതിൽ മെക്കാനിക്കലിൻ്റെ ടോപ്പിക്കൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സിവിൽ സ്റ്റുഡൻസിന് അതും ഒരു ബെറ്റർ ഓപ്ഷനാണ്. ITI സ്റ്റുഡൻസിനും അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഫസ്റ്റ് ഗ്രേഡ് എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ജൂലൈയിൽ സെക്കൻഡ് ഗ്രേഡ് എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ വേക്കൻസി വരുന്നത് കൊണ്ട് കുറേ സ്റ്റുഡൻസ്, അതായത് ഹയർ ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഫസ്റ്റ് ഗ്രേഡിലും സെക്കൻഡ് ഗ്രേഡിലോട്ടൊക്കെ കയറി പോകും. അപ്പോൾ ഈ ഗ്രേഡ് 3 എക്സാമൊക്കെ തേർഡ് ഗ്രേഡിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ ഒരു വർഷം നല്ലൊരു ചാൻസാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ വച്ച് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നിമ്മിയുടെ ഈ തേർഡ് ഗ്രേഡിന് നിമിയിലെ ടെസ്റ്റായിരിക്കും അവർ റെഫർ ചെയ്യുന്നത്. ഓക്കെ, തേർഡ് ഗ്രേഡിന് കൂടുതലും നിമിയിലെ ടെസ്റ്റായിരിക്കും അവർ റെഫർ ചെയ്യുന്നത്. സോ നിങ്ങൾ ആ സിലബസ് നോക്കി പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് പഠിച്ച് തീർന്നതിന് ശേഷം ആ സിലബസിലുള്ള ടോപ്പിക്ക് മാത്രം നിമിയിലുള്ള വായിച്ച് നോക്കുക. നിമി ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് അതിന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അവരുടെ സൈറ്റിൽ കയറിയാൽ തന്നെ അതിൻ്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് അത് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സിലബസിലുള്ള പോർഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫലം ചെയ്യും. അതുപോലെ തന്നെ നിമ്മിയുടെ തന്നെ ടെസ്റ്റ് MCQ ടൈപ്സ് ക്വസ്റ്റ്യൻ അവരുടെ സൈറ്റിൽ തന്നെയുണ്ട്. അതും നിങ്ങൾക്കൊന്ന് PDF ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.